നമസ്കാരം. കള്ളക്കടത്തുകാരെയും സ്വർണ്ണക്കടത്തുകാരെയും തീവ്രവാദികളെയും ഒക്കെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന മോദി സർക്കാരിന്റെ അനുയായികൾ തന്നെ അവനവന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കട്ടുമുടിക്കുന്നതിന്റെ കഥകളാണ് കുറച്ചു ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് BJP ഒഴുകിയ പണത്തിലേറെയും പ്രമുഖരായ BJP പ്രവർത്തകരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്കാണ് പോയതെന്നുള്ള നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടുകൂടി BJP ആകെ നാണം കെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് മോദിയെ പോലും വിറ്റ് BJP പ്രവർത്തകർ പണമുണ്ടാക്കി എന്ന് കേൾക്കുമ്പോഴാണ്. മോദി എന്ന് കേട്ടാൽ രോമാഞ്ചം കൊള്ളുമായിരുന്ന, മോദിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വായിട്ടടിച്ച് പ്രസംഗിച്ചിരുന്ന നേതാക്കളാണ് മോദിയുടെ പേരിൽ ഈ പകൽ കൊള്ള നടത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നടന്നത് വൻ സാമ്പത്തിക ക്രമക്കേട് എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന BJPയിൽ നടന്ന അഴിമതിയെക്കുറിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് ലഭിച്ച പരാതികൾ സംബന്ധിച്ച തെളിവുകളാണ് പുറത്തു വന്നത്. റോഡ് ഷോയ്ക്കായി ഉപയോഗിച്ച മോദിയുടെ കട്ടൌട്ടുകൾ നിർമ്മിക്കുന്നതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയും വ്യാജ ബില്ലുകളും പുറത്തു വന്നു. BJPയുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു സംസ്ഥാന നേതാവാണ് എങ്ങനെ പാർട്ടിയുടെ പണം വെട്ടിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നത്. പകുതി നമുക്കും പകുതി അവർക്കും എന്ന രീതിയിൽ ബില്ലുകൾ തയ്യാറാക്കാൻ നേതാവ് ആവശ്യപ്പെടുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. 8000 പീസ് അടിക്കണമെന്നും ആകെ 16 ലക്ഷം രൂപയാകുമെന്നും അതിൽ പകുതി, അതായത് 8 ലക്ഷം രൂപ നമുക്കാണെന്നും പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ആ രീതിയിൽ ബില്ലുണ്ടാക്കണമെന്നും പറയുന്നുണ്ട്. ഒരു കട്ടൌട്ട് 175 രൂപ നിരക്കിൽ നിർമ്മിച്ചു നൽകാമെന്ന് ഒരു സ്ഥാപനം BJP നേതാക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ അഴിമതി ലക്ഷ്യമിട്ട് നേതാക്കൾ 3 കമ്പനികളുടെ പേരിൽ 310 രൂപ, 285 രൂപ, 265 രൂപ എന്നിങ്ങനെ നിരക്കുകൾ കാണിച്ചുകൊണ്ടുള്ള കൊട്ടേഷനുകൾ ഉണ്ടാക്കി. ഇതിൽ ഏറ്റവും കുറഞ്ഞ നിരക്കായ 265 രൂപ കാണിച്ച സ്ഥാപനത്തിന് കരാർ നൽകി. ഈ സ്ഥാപനമാണ് 175 രൂപയ്ക്ക് കട്ടൌട്ട് നിർമ്മിക്കാമെന്ന് അറിയിച്ചത്. തുടർന്ന് ഒന്നിന് 265 രൂപ എന്ന നിരക്കിൽ ബില്ല് നൽകി പണം തട്ടുകയായിരുന്നു. കട്ടൌട്ട് പ്രിന്റിംഗ് ഇടപാടിൽ 2 പബ്ലിസിറ്റി ഇൻചാർജുമാർ ചേർന്ന് 5 ലക്ഷം രൂപ കമ്മീഷൻ കൈപ്പറ്റിയതായും പരാതിയിൽ പറയുന്നു. അഴിമതി സംബന്ധിച്ച പരാതികൾ തെളിവുകൾ സഹിതം ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തി. വിഷയത്തിൽ നേതൃത്വം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉളുപ്പുണ്ടോ BJP പ്രവർത്തകരെ? സ്വന്തം നേതൃത്വത്തോട് പോലും ഒരല്പം മാന്യതയും മര്യാദയും ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും കാണിക്കാൻ അറിയാത്ത നിങ്ങളെയൊക്കെയാണോ കേരളത്തിലെ ജനങ്ങൾ ഭരണം ഏൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഏൽപ്പിച്ചതിന്റെ ഗതികേട് തന്നെ എണ്ണിയാൽ തീർന്നില്ല. അതിനിടയിലാണ് രാഷ്ട്രീയവും പൊതുജന സേവനവും അല്ല നിങ്ങളുടെ ലക്ഷ്യം, കൈയിട്ടുവാരലാണ് എന്ന് നിങ്ങൾ തന്നെ ഇത്തരത്തിൽ വ്യക്തമാക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന്, അതും രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ അഴിമതി കാണിക്കുന്ന, കൈയിട്ട് വാരുന്ന നിങ്ങൾക്കൊക്കെ കേരള ഖജനാവ് ഏൽപ്പിച്ചു തന്നാൽ കേരളം മുഴുവനായും നിങ്ങൾ ആർക്കെങ്കിലും പണയപ്പെടുത്തുമെന്ന കാര്യത്തിൽ കേരളത്തിലെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും സംശയമില്ല. അതുകൊണ്ട് തന്നെ താമര കേരളത്തിൽ വിരിയുന്ന കാര്യം ഇനി സംശയമാണ്.